വ്ളോഗാണ്. കുറേ നാളായി ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഒരു പഴംപൊരി ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. വെക്കേഷനായിട്ട് നാട്ടിലായിരുന്നു. നാട്ടിൽ എത്ര നിന്നാലും നമുക്ക് മടുക്കില്ല. ഭയങ്കര സന്തോഷമാണ് നാട്ടിൽ നിൽക്കാനായിട്ട്. പിന്നെ ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് തിരിച്ചെന്തായാലും വരണമല്ലോ. സ്കൂള് തുടങ്ങിയതിന് ശേഷമാണ് തിരിച്ചെത്തിയത്. അപ്പോൾ ഒരുപാട് നോട്ട്സൊക്കെ ഓൾറെഡി കഴിഞ്ഞു. ഇനി എല്ലാം ആദ്യം മുതൽ പഠിപ്പിച്ചെടുക്കണം. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫലിതം. കാർത്തിക ജോക്ക് കാണിക്കലേടി. നെക്സ്റ്റ് ബലം. എങ്ങനെ കീർത്തി ബലം കാണിക്കണേ? എവിടെയാണ് ബലം? ഭയങ്കര സ്ട്രോങ് ആണ്. ഭയങ്കര പാടാണ്. ഭയങ്കര സ്ട്രോങ് ആവുള്ളൂ ഇങ്ങനെ ചെയ്യുമ്പോൾ അല്ലേ? ഇതെന്താണ്? ബലം. നെക്സ്റ്റ് വൺ ഭൂമി. എവിടെയാണ് ഭൂമി? കൊച്ചിന് ഭൂമി കാണിച്ചോട്ടെ. എടുത്ത് എവിടെയാണ് ഭൂമി? ഭൂമി. ചെറിയ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് വളരെയധികം ക്ഷമ വേണം. ഓരോ കാര്യങ്ങളും വളരെ സിമ്പിളാക്കി അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കഥ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുത്ത് യൂട്യൂബിൽ വല്ല വീഡിയോയോ അതിൻ്റെ പിക്ചേഴ്സോ ഒക്കെ കാണിച്ച് അതിൽ കുറച്ച് നേരം നമ്മളും അവരുടെ കൂടെ എൻഗേജ് ആയിട്ടിരിക്കുമ്പോഴാണ് അവരുടെ മനസ്സിലത് നിൽക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സമയം ഒരേ കാര്യം തന്നെ പഠിപ്പിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഓരോ ചെറിയ കാര്യം ശരിയാക്കുമ്പോഴും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും കൈയടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് പഠിക്കണം, അവർ ചെയ്യുന്നത് കറക്റ്റാണ്. പിന്നെ അവർക്ക് നല്ല സന്തോഷമാവും നമ്മളങ്ങനെ കൂടെ ഇരുന്ന് എല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സമയമാണിത്. മക്കളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നവർ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. മലയാളത്തിൽ 5 വേർഡേ പഠിക്കാനുണ്ടായുള്ളൂ. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞ് ആൾ വീണ്ടും കളിക്കാൻ പോയി. മൂത്ത ആൾ ഇരുന്ന് പഠിക്കുന്നുണ്ട്. ആദ്യമായിട്ടാട്ടോ ഇതുപോലെ ഒരു വീഡിയോ എടുക്കുന്നത്. ഇതാണെങ്കിൽ എൻ്റെ രണ്ടാമത്തെ മോളാണ് ഈ വീഡിയോ എടുത്തു തരുന്നത്. അപ്പം ഇന്ന് നമ്മുടെ കീർത്തി മോൾക്ക് പഴംപൊരി ഉണ്ടാക്കണം. പഴംപൊരി വേണമെന്ന് അവൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അപ്പം നമുക്ക് ഒരു പഴംപൊരി കീർത്തിക്ക് വേണ്ടി ഉണ്ടാക്കാം അല്ലേ? കീർത്തിക്ക് ഇഷ്ടമാണോ പഴംപൊരി? അതെന്താ ഭയങ്കരമായിട്ട് ഇഷ്ടം? ഭയങ്കര ടേസ്റ്റിയാ. അപ്പൊ നമുക്ക് ഒരു പഴംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് പഴം ഇതുപോലെ ഇതൊക്കെ വേണം പഴംപൊരി ഉണ്ടാക്കാൻ. വേണം പഴംപൊരി ഉണ്ടാക്കാൻ. മിക്സർ അല്ലല്ലോ. പഴംപൊരി ഉണ്ടാക്കാൻ ബനാന വേണം, എഗ് വേണം, പിന്നെ കത്തി വേണം, പിന്നെ അത് വേണം. ഉണ്ടാക്കണേ പറ്റിച്ചോ നീ എന്നെ? അപ്പൊ നമുക്ക് പഴം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം അല്ലേ? മറ്റേ പഴം കീർത്തി പൊളിച്ചെടുക്ക. കീർത്തിക്ക് അറിയോ നോക്കട്ടെ? പൊളിച്ചെടുക്കാൻ അറിയോ നോക്കട്ടെ?
കീർത്തിനെയും വീഡിയോ എടുക്കാൻ കൂട്ടിയത് കൊണ്ട് എനിക്കൊന്നും കറക്റ്റായിട്ട് പറഞ്ഞൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിന് പാലും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തു. പിന്നെ വേണ്ടത് ഒരല്പം മഞ്ഞൾപ്പൊടിയാണ്, അത് ഒരു കളറിന് വേണ്ടിയിട്ടാണ്. അതും കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് സ്ലൈസ് ചെയ്ത പഴം അതിൽ മുക്കി പൊരിച്ചെടുക്കണം. പക്ഷെ എനിക്ക് ഞാൻ ചെയ്യുന്ന സ്റ്റെപ്സ് ഒന്നും കാണിച്ചു തരാനും പിന്നെ ചെയ്യാനും സമ്മതിക്കുന്നില്ല. കീർത്തിക്ക് അതിൻ്റെ ഉള്ളിൽ ഇളക്കണം, മുട്ട പൊട്ടിക്കണം, ഞാൻ പൊടി എടുക്കുമ്പോൾ അത് ഇടണം. എന്തിനെങ്കിലും സമ്മതിച്ചില്ലെങ്കിൽ അപ്പം തന്നെ കരച്ചിലാണ്. എന്തിനു കരയണേ? കഴിക്കണോ? You look like you have a baby.
How cute. I can say Kirti Shetty. വാ പർപ്പിൾ സ്റ്റൂൾ കണ്ടുപിടിച്ചാ പഴംപൊരി പാകത്തിന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മൾ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തത് കൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി നമുക്ക് ഒരല്പം പാത്രം കൂടി കഴുകാനുണ്ട്. മക്കളുടെ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും ഒക്കെ ഉണ്ട് കഴുകാനായിട്ട്. മോളാണെങ്കിൽ ഞാൻ കഴുകുന്ന പാത്രങ്ങളൊക്കെ അപ്പം തന്നെ എടുത്ത് വെക്കുന്നുണ്ട്. അവളും ഞങ്ങളുടെ കൂടെ നിന്ന് വർത്താനം പറഞ്ഞ് നല്ല എൻജോയ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ കുക്കിംഗ് വീഡിയോകൾ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഓരോരുത്തർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.